MSO 001 യൂണിറ്റ് 3 തിയറി ആൻഡ് പാരഡൈമിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷനായി പറയുന്നത്, ലളിതമായി പറഞ്ഞാൽ സിദ്ധാന്തം എന്നത് ഒരു കലയുടെയോ ശാസ്ത്രത്തിന്റെയോ പൊതുതത്വങ്ങളുടെ വിശദീകരണത്തെയാണ് പറയുന്നത്. പ്രായോഗികത ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള വേർതിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. സിദ്ധാന്തം പൊതുവെ പ്രയോഗത്തെയും വിശദീകരിക്കുന്നതിൽ സഹായമാണെന്ന് സിദ്ധാന്തം അമൂർത്തീകരണത്തിന്റെ വളരെ ഉയർന്ന തലത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രായോഗികത അനുഭവപരമായ സാഹചര്യത്തെ കാണിക്കുന്നു. സിദ്ധാന്തം പ്രയോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സിദ്ധാന്തം പ്രയോഗം പരസ്പരം തികച്ചും വ്യത്യസ്തമായി കാണപ്പെടുന്നു എന്ന് പറയുന്നു. സിദ്ധാന്തവും പ്രയോഗവും പരസ്പരം പൂരകങ്ങളായി സങ്കല്പിക്കുന്നു. ആദ്യ വീക്ഷണകോണിൽ സിദ്ധാന്തം പ്രയോഗം തമ്മിൽ വ്യത്യാസം വരുത്തേണ്ടതാണ്. ഈ വീക്ഷണകോണിൽ സിദ്ധാന്തവും പ്രയോഗവും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ വീക്ഷണകോണിൽ സിദ്ധാന്തവും പ്രയോഗവും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെയാണ്, മറിച്ച് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യുക്തിയുടെയും തത്വചിന്തയുടെയും മേഖലയിൽ സിദ്ധാന്തം എന്ന പദം അല്പം വ്യത്യസ്തമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിദ്ധാന്തം പരസ്പര ബന്ധിതമായ ഒരു കൂട്ടം നിർദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. നിർദ്ദേശം ശരിയോ തെറ്റോ ആണെന്ന് തെളിയിക്കാവുന്ന പ്രസ്താവനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ പലതരത്തിൽ ശരിയോ തെറ്റോ കാണാൻ കഴിയുന്നു. അതിനെ ചില സാഹചര്യങ്ങളിൽ ഒരിക്കലും തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല. അപ്പോൾ പ്രസ്താവനകൾ സിദ്ധാന്തത്തിന്റെ ദർശനത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. പുതിയ ഡാറ്റയുടെ വെളിച്ചത്തിൽ നിലവിലുള്ള സിദ്ധാന്തങ്ങളിൽ വീണ്ടും പരീക്ഷിക്കപ്പെടുന്നു എന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ സ്വഭാവം, അർത്ഥം, അതിൻ്റെ ഓരോ രീതികളെ കുറിച്ച് നമ്മൾക്കിനി നോക്കാം. സോഷ്യോളജി തിയറിയെ കുറിച്ചാണ് ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. സ്വഭാവം, അർത്ഥം, തരങ്ങൾ എന്നിവയെ കുറിച്ച് ചർച്ചയെ 5 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമതായി ആദ്യ ഭാഗത്തിൽ പറയുന്നത് അതിന്റെ ക്ലാസിക്കൽ കാലഘട്ടത്തിലെയോ ഉള്ള സമൂഹശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ സ്വഭാവവും അർത്ഥവും മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു. ക്ലാസിക്കൽ യുഗത്തിലെ പ്രമുഖ പണ്ഡിതന്മാർ നടത്തിയ വലിയ ശ്രമങ്ങൾ കാരണം മാത്രമേ സാമൂഹ്യശാസ്ത്രം ഒരു പ്രത്യേക വിഷയമായി ഉയരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. രണ്ടാം ഭാഗത്തിൽ പറയുന്നത് സമകാലിക സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തത്തിന്റെ സ്വഭാവത്തെയും താരങ്ങളെയും കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നു. ഈ കാലയളവിൽ സാമൂഹ്യശാസ്ത്രത്തിൽ ചില പ്രധാന പുരോഗതികൾ ഉണ്ടായി. ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ചില പോരായ്മകളെയും പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നു. മൂന്നാം ഭാഗത്തിൽ പുതിയ വിഷയവുമായി പക്വത പ്രാപിക്കുകയും ചെയ്തു. സാമൂഹ്യശാസ്ത്രം അതിൻ്റെതായ വ്യക്തിത്വമുള്ള ഒരു പ്രധാനപ്പെട്ട പക്വവും സ്വതന്ത്രവുമായ വിഷയമായി മാറിയെന്ന് പറയുന്നു. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തത്തിൽ മുന്നിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെ എങ്ങനെയാണ് പരിഹരിച്ചത് എന്ന് നമ്മൾക്കിനി നോക്കാം. ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തത്തിന് അതിൻ്റെതായ രീതിയിൽ നിരവധി തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ കഴിഞ്ഞെങ്കിലും ഇതൊരിക്കലും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്ന ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാവുന്നതാണ് നമ്മൾക്ക്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറിയെ കുറിച്ച് പറയാം. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം സാധ്യമാകുന്നതിലൂടെ ഒരു പുതിയ വിഷയമായി സോഷ്യോളജി ഉയർന്നു വന്നു. ഈ കാലഘട്ടത്തിൽ ക്ലാസിക്കൽ സോഷ്യോളജിയുടെ കാലഘട്ടം രൂപപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. കാലഘട്ടത്തിന് മുമ്പ് തത്വചിന്തകരും ബുദ്ധിജീവികളുമായ സാധാരണക്കാരുടെയും സമൂഹത്തെക്കുറിച്ചുള്ള അവരുടേതായ രീതിയിൽ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. നിരവധി വ്യത്യസ്ത ചിന്താധാരകളിൽപ്പെട്ട ബുദ്ധിജീവികളെയും സാധാരണക്കാരെയും സമൂഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ചത് അവരുടെ വ്യക്തിഗതമായ ശ്രമങ്ങളായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ മറുവശത്ത് സമൂഹം വളരെ കാലം നിലനിന്നിരുന്നു. അത് സ്വന്തം ആന്തരിക സ്ഥിതിവിവരങ്ങളെയും ചലനാത്മകതയെയും പ്രകടമാക്കിയെന്ന് പറയുന്നു.
ഇന്ന് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ സിദ്ധാന്തം എന്നറിയപ്പെടുന്നതിലേക്ക് ഈ യുഗം വ്യാപിച്ചു. സോഷ്യോളജി എന്ന പദം ഫ്രഞ്ച് സമൂഹശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ അഗസ്റ്റ് കോംറ്റെ 1798 1858 എന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഇത് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. സോഷ്യോളജിയുടെ പിതാവെന്നാണ് കോംറ്റെ വിശേഷിപ്പിക്കുന്നത്. നിരവധി ഈ വിഷയത്തിന് സംഭാവനകൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനം സോഷ്യോളജിയെ ഒരു ശാസ്ത്രീയവും സ്വതന്ത്രവുമായ വിഷയമായി കൂട്ടിച്ചേർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം ചെയ്തിരുന്നു. സമൂഹത്തെ തത്വശാസ്ത്രപരമായും അക്ഷരാർത്ഥത്തിലും കലയുടെയോ സാങ്കല്പികമായും എന്നതിലുപരി സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മാർഗം തന്നെ ഇദ്ദേഹം ചെയ്തിരുന്നു. സോഷ്യോളജിയെ പുതിയതും സ്വതന്ത്രവുമായ ഒരു ശാസ്ത്രശാഖയായി സ്ഥാപിച്ചതിനു ശേഷം അഗസ്റ്റ് കോംറ്റെ അതിന് സ്വന്തം സംഭാവനകൾ നൽകിയിട്ടുണ്ട്.